ബുഖാരി തങ്ങളും സയ്യിദ് ജലാലുദ്ദീൻ തങ്ങളും വിശുദ്ധിയുടെ വെൺപൂക്കൾ പൊഴിച്ച മണ്ണ്, താജുൽ ഉലമയും നൂറുൽ ഉലമയും ആർജവത്തോടെ കർമ്മകാണ്ഡം തീർത്ത ഭൂമിക, ചരിത്രം ഉമ്മ വെച്ചുറങ്ങുന്ന കണ്ണൂരിന്റെ വിരിവാറിൽ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരത്തിന്റെ 3ാം കേരള യാത്ര ഇന്ന് വെള്ളിയാഴ്ചയുടെ സയാഹനത്തിനും ചേതോഹരമായ ശോഭ നൽകി സെന്റിനറി ഗാർഡ് അംഗങ്ങളുടെ പ്രകടനത്തോടെ ഇന്ന് വൈകിട്ട് 3 മണിക്ക് കലക്ട്രേറ്റ് മൈതാനിയിൽ പൊതുചരിത്രം എഴുതുന്നു. കണ്ണൂർ കൻസുൽ ഉലമ സ്ക്വയറിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷങ്ങൾക്ക് നിറപ്പൊലിമ ചാർത്തി മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര മഹായാത്രക്കു നേതൃത്വം നൽകുന്നു സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. 2026 ജനുവരി 1 മുതൽ 16 വരെ കേരള യാത്ര സപ്തഭാഷകളുടെ സംഗമ ഭൂമിക കാസർഗോഡ് നിന്നും നാന്തി കുറിച്ച് അങ്ങ് അനന്തപുരിയിൽ പരിസമാപ്തിയാകുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുടെ സയാഹനത്തിന് ചേതോഹരമായ ശോഭ നൽകി കണ്ണൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച കൻസുൽ ഉലമ ചത്വരത്തിലേക്ക് അവകാശങ്ങൾ തുടങ്ങിയ സാമൂഹിക സമൂഹത്തിനായി സമരമായിരുന്നു ആശയം. വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ കാഴ്ചപ്പാടുകളിൽ നവീകരണങ്ങൾക്കും വികസനത്തിനുമായി പരിശ്രമിച്ചു ഈ സംഘടനാ കുടുംബം. തൊഴിൽ, വരുമാനം, ഉപജീവനം, ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗങ്ങളിൽ മനുഷ്യർക്കായി സേവന വഴികൾ ഒരുക്കിയ മികവിന്റെ ചുവടുകളായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത്. കൈപ്പിടിച്ചഭയം പുഞ്ചരിച്ചതരം നെഞ്ചിലൂറുന്ന സഞ്ചയം പിരിഞ്ഞകരും ചുട്ടുകായ കൂട്ടുചേരാൻ കനനകളിൽ നാം വലിയ അർത്ഥവ്യാപ്തിയുള്ള ആശയമാണ് രാഷ്ട്രീയം എന്ന ബോധ്യമാണ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അനീതിക്കെതിരെ പോരാടുക, അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി ഒച്ചവെക്കുക, ദുർബലർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവശ വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി പരിശ്രമിക്കുക, സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങി ലോക നന്മയ്ക്കായി മനുഷ്യ പുരോഗതിക്കായി നടത്തുന്ന ഇടപെടലുകളുടെ രാഷ്ട്രീയ ചുവടുവെപ്പുകളായിരുന്നു പ്രസ്ഥാനത്തിന്റെ ഇന്നലെ. സമൂഹത്തിന് നേരെ തുറന്നുവെച്ച കണ്ണുണ്ടാകുക എന്ന മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിന്റെ വഴികളായിരുന്നു സമസ്തയുടെ അകം. സ്വന്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തവരാണ് അരാഷ്ട്രീയ മനുഷ്യർ എന്ന പാഠം സമൂഹത്തിന് പകർന്നു ഈ ദൗത്യ സംഘം. അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ തിന്മകൾ വേഗത്തിൽ വേർതിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടെന്ന് പറയാം. ഒരു കാലത്ത് സജീവമായിരുന്ന വിദ്യാർത്ഥി യുവജന പ്രതിഷേധങ്ങളും സമരങ്ങളും ഇല്ലാതെ
രാജ്യത്ത് സംഭവിക്കുന്ന